ഹായ് ഓൾ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ രാസബന്ധനം എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് പാർട്ട് നമ്മൾ 2 പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ, അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുകയോ ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പരസ്പരം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, പങ്കുവെക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ആറ്റം വിട്ടുകൊടുക്കുകയോ, അതായത് ഡൊണേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ സ്വീകരിക്കുകയോ, അതായത് ഗെയിൻ ചെയ്യുകയോ, അല്ലെങ്കിൽ പരസ്പരം പങ്കുവയ്ക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു എണ്ണമുണ്ട് അല്ലേ? ഒരു നമ്പർ ഉണ്ട് അല്ലേ? ആ നമ്പറിനെ അല്ലെങ്കിൽ ആ കൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, സംയോജകത എന്ന് മലയാളത്തിൽ പറയും. എന്താ സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രാസബന്ധനത്തിൽ ഏർപ്പെടാൻ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാറ്റം ലോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, സ്വീകരിക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, പരസ്പരം പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്? വാലൻസി. ഓക്കെ, അല്ലെങ്കിൽ സംയോജകത. ഓക്കെ, അപ്പോൾ അയോണിക് ബോണ്ടിങ് പഠിച്ചപ്പോൾ, അതായത് അയോണിക ബന്ധനം പഠിച്ചപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? NaClൻ്റെ ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ NaClൻ്റെ ഫോർമേഷൻ പഠിച്ചപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു അല്ലേ? ക്ലോറിൻ ആ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ വാലൻസി എത്രയാണ്? സോഡിയം എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്? ഒരു ഇലക്ട്രോണിനെ. അതുകൊണ്ട് തന്നെ സോഡിയത്തിൻ്റെ വാലൻസി 1 ആണ്. ക്ലോറിൻ എത്ര ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്? ഒരു ഇലക്ട്രോണിനെ. അപ്പോൾ ക്ലോറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനി അതേപോലെ കോവാലൻ കോമ്പൗണ്ടുകൾ എടുത്താൽ, അതായത് കോവാലൻ സഹസംയോജക സംയുക്തം എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് പഠിച്ചിരുന്നു, HCl അല്ലേ? അപ്പോൾ HClൽ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോണിനെയാണ് പരസ്പരം പങ്കുവെക്കുന്നത്? ഒരു ഇലക്ട്രോണിനെ. ക്ലോറിൻ എത്രയാണ് പങ്കുവയ്ക്കുന്നത്? ഒരു ഇലക്ട്രോൺ. അതായത് 2 ഹൈഡ്രജനും ക്ലോറിനും ഇടയിൽ ഒരു ഇലക്ട്രോൺ ജോഡിയാണ് പരസ്പരം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംയോജകത, ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും വാലൻസി എന്ന് പറയുന്നത്, അല്ലെ സംയോജകത എന്ന് പറയുന്നതും എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്നുള്ള കോൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആവാൻ നമുക്ക് അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാലൻസി അല്ലെങ്കിൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡ് NaCl. ഓക്കെ, NaClൽ സോഡിയം ഉണ്ട്, അതേപോലെ ക്ലോറിൻ ആറ്റം ഉണ്ട്. ഓക്കെ, Na ആറ്റം, അതേപോലെ ക്ലോറിൻ ആറ്റം. അപ്പോൾ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ വിന്യാസം ചോദിച്ചിട്ടുണ്ട്. സോഡിയത്തിൻ്റെത് 281 ആണ്, ക്ലോറിൻ്റെത് 287 ആണ്. പിന്നെ അതായത് ഇവിടെ എത്ര ഇലക്ട്രോണിനെയാണ് പരസ്പരം ഷെയർ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നത്? അതായത് ഇവിടെ സോഡിയത്തിൻ്റെ കേസിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്, ആ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു. ക്ലോറിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോണിനെ വാങ്ങുകയാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അപ്പോൾ രണ്ടിലും കൊടുക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണവും വാങ്ങുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം, അല്ലെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും കേസിൽ എത്രയാണ് വാലൻസി? 1 ആണ് വാലൻസി. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് മഗ്നീഷ്യം ഓക്സൈഡ്, MgO ആണ്. മഗ്നീഷ്യത്തിൻ്റെത് 12 ആണ്, ഓക്സിജൻ്റെത് 8 ആണ്. അപ്പോൾ 282 ആണ് മഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ. ഓക്സിജൻ്റെത് 26 ആണ്. മഗ്നീഷ്യത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ അധികമുണ്ട്, ആ 2 ഇലക്ട്രോണിനെ മഗ്നീഷ്യം കൊടുക്കുന്നു. ഓക്സിജന് 2 ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്, ആ 2 ഇലക്ട്രോണിനെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. സോ കൊടുക്കുകയും വാങ്ങുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ വാലൻസി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്സിജൻ്റെതും അതെ, മഗ്നീഷ്യത്തിൻ്റെതും അതെ. നെക്സ്റ്റ് ഹൈഡ്രജൻ ഫ്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജന് ഒരു ആറ്റോമിക് നമ്പർ 1 ആണ്, കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഈ ഒരു ഇലക്ട്രോണിന് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? കൊടുക്കാനുള്ളൂ. അപ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ ഫ്ലൂറിൻ്റെത് 9 ആണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 27 ആണ്. ഒരു ഇലക്ട്രോണും കൂടി കിട്ടാനുണ്ട്, സോ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ദെൻ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. അതിൽ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്, ക്ലോറിൻ്റെത് 17 ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കിയാൽ 2 4 ആണ്. ഏതിൻ്റെത്? കാർബണിൻ്റെത്. സോ കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ
4 ഇലക്ട്രോൺ ആണുള്ളത്. സോ അവിടെ 4 ആണ് എന്തെന്ന് പറയുന്നത്, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ക്ലോറിൻ്റെ കേസിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്, 1 ഇലക്ട്രോണിൻ്റെ കുറവാണുള്ളത്. സോ എന്താണ്, കാർബണിൻ്റെ കേസിൽ 4 ആണ്, ക്ലോറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ദെൻ BeF2 ബെറിലിയത്തിൻ്റെത് 4 ആണ്, കോൺഫിഗറേഷൻ 2-2. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്, 2 ഇലക്ട്രോൺ കൊടുക്കാൻ ബെറിലിയ റെഡിയാണ്. ദെൻ ഫ്ലൂറിൻ 9 ആണ്, 2-7 ആണ്, 1 ഇലക്ട്രോണിനെയാണ് ആവശ്യം. സോ വാലൻസി എന്ന് പറയുന്നത് ബെറിലിയത്തിൻ്റെത് 2 ആണ്, ഫ്ലൂറിൻ്റെത് 1 ആണ്. ദെൻ H2Oൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന് ആകെ ആറ്റോമിക് നമ്പർ 1 ആണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഓക്സിജൻ്റെത് 8 ആണ്, 2-6 ആണ് കോൺഫിഗറേഷൻ. അപ്പോൾ ഹൈഡ്രജൻ 1 ഇലക്ട്രോണിനെ കൊടുക്കാനുള്ളൂ, ഓക്സിജൻ്റെ കേസിൽ 2 ഇലക്ട്രോണിനെ ആവശ്യമുണ്ട്. സോ വാലൻസി എന്ന് പറയുന്നത് 1 and 2 ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ടുകളെ, സംയുക്തങ്ങളെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച്, അതായത് സിമ്പലുകൾ ഉപയോഗിച്ച്, പ്രതീകങ്ങൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ NaCl ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl ആണ്. ഓക്കെ, കാൽസ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ CaCl2 ആണ്. ദെൻ അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ Al2O3 ആണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ CO2 ആണ്. ദെൻ വാട്ടർ എന്ന് പറയുമ്പോൾ H2. അപ്പോൾ അങ്ങനെ ഓരോ കോമ്പൗണ്ടിനും ഓരോ സംയുക്തത്തിനും ഒരു കെമിക്കൽ ഫോർമുല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു രാസസൂത്രമുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ ഫോർമുലേനെ സിമ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ അത് ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിലാദ്യം നമ്മൾ മഗ്നീഷ്യവും ഫ്ലൂറിനും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന മഗ്നീഷ്യം ഫ്ലൂറൈഡിൻ്റെ എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതുന്നത്, രാസസൂത്രം എഴുതുന്നത് എന്ന് നോക്കാം. ഓക്കെ, മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്, ഫ്ലൂറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണിനെ കൊടുക്കാനുണ്ട്, ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെയാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ ഒരു മഗ്നീഷ്യം 2 ഇലക്ട്രോണിന് കൊടുക്കുമ്പോൾ എത്ര ഫ്ലൂറിൻ ആവശ്യമാണ് മഗ്നീഷ്യം ഡൊണേറ്റ് ചെയ്ത്, അതായത് മഗ്നീഷ്യം കൊടുത്ത ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ? ഒരു ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെ ആവശ്യമുള്ളൂ. അപ്പോൾ 2 ഫ്ലൂറിൻ ഉണ്ടെങ്കിലല്ലേ ആ കൊടുത്ത 2 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ ഒരു മഗ്നീഷ്യം ആറ്റം 2 ഫ്ലൂറിൻ ആറ്റവുമായിട്ടാണ് കൂടിച്ചേരുന്നത്. അതായത് ഒരു മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണിനെ കൊടുക്കാനുണ്ട്. അപ്പോൾ എത്ര ഫ്ലൂറിൻ ഉണ്ടെങ്കിലാണ് ആ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റുക? 2 ഫ്ലൂറിൻ ഉണ്ടെങ്കിലാണ് സ്വീകരിക്കാൻ പറ്റുക. അപ്പോൾ ഒരു മഗ്നീഷ്യം 2 ഫ്ലൂറിനുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാവുന്നു. ഓക്കെ, അതായത് ഒരു മഗ്നീഷ്യം Mg1. ഓക്കെ, എത്ര ഫ്ലൂറിനുമായിട്ട് കൂടിച്ചേരുന്നു? 2 ഫ്ലൂറിനുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പോൾ MgF2 എന്ന് പറയുന്നു. ഓക്കെ, ഇനി അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് അലുമിനിയം ഓക്സൈഡ് ഫോർമേഷൻ ഒന്ന് നോക്കാം. അലുമിനിയം ഓക്സൈഡിൽ ഏതൊക്കെ എലമെൻസാണ് ഉള്ളത്? അലുമിനിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അലുമിനിയത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത്, അപ്പോൾ അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13 ആണ്. സോ 2, 8, 3 ആണ് എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസി 3 ആണ്. ഓക്സിജനെ സംബന്ധിച്ച് 2, 6 ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അലുമിനിയത്തിന് 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുണ്ട്, ഓക്സിജൻ ആണെങ്കിൽ 2 ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എലമെൻറ്റ് ഏതാണോ ആ എലമെൻറ്റിനെ ആദ്യം എഴുതുക. ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി അലുമിനിയം മെറ്റലാണ്, ഓക്സിജൻ നോൺ മെറ്റലാണ്. അപ്പോൾ നമുക്കറിയാം പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അലുമിനിയം ഉണ്ട്, റൈറ്റ് സൈഡിലാണ് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതാ എഴുതുക? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എലമെൻറ്റ് ഏതാണോ അത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ അലുമിനിയം ആദ്യം എഴുതി, രണ്ടാമത് എന്ത് എഴുതി? ഓക്സിജൻ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് അലുമിനിയത്തിൻ്റെ വാലൻസി ഓക്സിജൻ്റെ ബേസിൽ എഴുതുക. ഓക്കെ, അതായത് അലുമിനിയത്തിൻ്റെ വാലൻസി എത്രയാണ്? 3 ആണ്. ആ 3 ഓക്സിജൻ്റെ ബേസിൽ എഴുതി. അതേപോലെ ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. അത് നമ്മൾ എവിടെ എഴുതി? അലുമിനിയത്തിൻ്റെ ബേസിൽ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് അലുമിനിയം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല കിട്ടിയ എന്താണ്? Al2O3. പിന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെൻറ്റ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡിലെ ഘടകം മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും അല്ലേ. ദെൻ
റൈറ്റ് ദ സിംബൽ ഓഫ് എലമെൻറ്റ്സ് ടുഗെദർ കൺസിഡറിങ് ദെയർ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി അനുസരിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും സിംബലുകൾ അടുത്തടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി, അതായത് കാർബൺ ഓക്സിജനും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എലമെൻറ്റ് ഏതാണ്? നമുക്കറിയാം, പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരികയാണ്. അപ്പോൾ കാർബണിൻ്റെത് 6 ആണ്, അതേപോലെ ഓക്സിജൻ്റെതാണെങ്കിൽ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്കെ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്, ഓക്സിജൻ്റെത് 8 ആണ്. അപ്പോൾ ഒരേ പീരീഡിലാണ് രണ്ടും വരുന്നത്. അപ്പോൾ പീരീഡിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? കാർബണാണ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏതിനായിരിക്കും കുറവ്? കാർബൺ ആയിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം കാർബൺ എഴുതണം, അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ്റെ സിംബൽ ഇടണം. അപ്പോൾ CO എന്ന് എഴുതി. ഓക്കെ, ദ വാലൻസി ഓഫ് കാർബൺ ഈസ് 4 ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 2. അപ്പോൾ കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ്. ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. ഇനി എന്താ വേണ്ടത്? ഇൻ്റർചേഞ്ച് ദെയർ വാലൻസീസ് അല്ലേ. ഇതിൻ്റെ വാലൻസികൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അതിനുശേഷം എവിടെയാണ് എഴുതേണ്ടത്? ബേസിൽ, അതായത് കാർബണിൻ്റെ താഴെ ഓക്സിജൻ്റെ വാലൻസി എഴുതണം, ഓക്സിജൻ്റെ താഴെ ഇതിൻ്റെ വാലൻസി എഴുതണം, കാർബണിൻ്റെ വാലൻസി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? C2O4 അല്ലേ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, രണ്ടിലും, അതായത് C2O4 എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ഫാക്ടറായിട്ട്, അതായത് പൊതുഘടകമായിട്ട് ഏതുണ്ട്? 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടിലെയും കോമൺ ഫാക്ടറിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം, അതായത് ഹരിച്ച് കളയാം. അപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1 വരും. അതേപോലെ ഓക്സിജൻ്റെ 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും അല്ലേ. ഇനി 1നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് കാർബൺ എന്ന് തന്നെയാണ് 1 കൊണ്ട് അർത്ഥാക്കുന്നത്. ഒരു കാർബൺ, ആ കാർബൺ എന്നുള്ള സിമ്പിൾ തന്നെയാണ് അത്. സോ നമ്മൾ ഈ സിമ്പിൾ, അതായത് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതും? CO2 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിട്ടുള്ള എലമെൻറ്റ് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ K ആണ്. ദെൻ ഓക്സിജൻ ആണ് രണ്ടാമത്തെ എലമെൻറ്റ്. ഓക്സിജൻ്റെ സിമ്പൽ O ആണ്. അതേപോലെ രണ്ടിൻ്റെ വാലൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ പൊട്ടാസ്യവും ഓക്സിജനും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. അപ്പോൾ ആദ്യത്തെ സിമ്പൽ എന്ന് പറയുന്നത്, അതായത് ആദ്യം ഇടേണ്ട സിമ്പൽ എന്ന് പറയുന്നത് ഏതിൻ്റെ സിമ്പലാണ്? പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ. ഇപ്പോൾ K എഴുതി. നെക്സ്റ്റ് ഓക്സിജനാണ്, ഓക്സിജൻ്റെ സിമ്പൽ O എഴുതി. ഇനി അതിന് ശേഷം രണ്ടിൻ്റെയും വാലൻസികൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. അതായത് പൊട്ടാസ്യത്തിൻ്റെ വാലൻസിയായ 1 ഓക്സിജന് താഴെയും ഓക്സിജൻ്റെ വാലൻസിയായ 2 പൊട്ടാസ്യത്തിൻ്റെ താഴെയും. അപ്പോൾ K2O1 എന്ന് വരും. അതിൽ ഓക്സിജൻ്റെ വാലൻസി, അതായത് O1 എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് O തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? K2O എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് സിങ്കും ക്ലോറിനുമാണ്. അപ്പോൾ സിങ്കിൻ്റെ വാലൻസി 2 ആണ്, ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ സിങ്കും ക്ലോറിനും കമ്പൈൻ ചെയ്യുമ്പോൾ സിങ്കിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ്. സോ സിങ്ക് ആദ്യം എഴുതി, അതിനുശേഷം ക്ലോറിൻ്റെ സിമ്പൽ Cl എന്ന് എഴുതി. ദെൻ സിങ്കിൻ്റെ വാലൻസി ക്ലോറിന് താഴെയും ക്ലോറിൻ്റെ വാലൻസി ആയ 1 എവിടെയാണ് വരിക? സിങ്കിൻ്റെ താഴെയും. സോ 1 കൺസിഡർ ചെയ്യുന്നില്ല. എന്താണ് കെമിക്കൽ ഫോർമുല, രാസസൂത്രം എന്താ വരിക? ZnCl2. ദെൻ മൂന്നാമത്തേത് കാർബണും ക്ലോറിനുമാണ്. അപ്പോൾ കാർബണും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ കാർബണാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ്. ദെൻ ക്ലോറിൻ രണ്ടാമത് എഴുതി. ഇനി വാലൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് കാർബണിൻ്റെ വാലൻസി ക്ലോറിൻ്റെ ബേസിൽ എഴുതി, അതായത് CCl4 എന്ന് വരും. ഇനി മഗ്നീഷ്യവും ഓക്സിജനും കമ്പയർ ചെയ്യുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ്. അത് കഴിഞ്ഞ് ഓക്സിജനാണ്. രണ്ടിൻ്റെയും വാലൻസി 2 ആണ്, Mg2O2. ഇപ്പോൾ രണ്ടിലും കോമൺ ഫാക്ടർ 2 ഉണ്ട് അല്ലേ. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? MgO എന്ന് വരും. മഗ്നീഷ്യം ഓക്സൈഡ്, MgO. ഓക്കെ, അപ്പോൾ നമുക്കിനി പറയേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കെമിക്കൽ ഫോർമുല ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്, അതായത് ആസിഡുകളുടെയും ബേസുകളുടെയും രാസസൂത്രം എഴുതുന്ന വിധം എങ്ങനെയാണ് നമ്മൾ ആസിഡുകളുടെയും ബേസുകളുടെയും കെമിക്കൽ ഫോർമുല എഴുതുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ആസിഡുകളുടെയും ബേസുകളുടെയും ഒക്കെ സവിശേഷതകൾ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആസിഡും ബേസുകളും വാട്ടറിൽ ലയിക്കുന്ന സമയത്ത്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെ അയോണുകളെയാണ് റിലീസ് ചെയ്യുന്നത്, ഏതൊക്കെ അയോണുകളാണ് സ്വതന്ത്രമാക്കുന്നത് അല്ലെങ്കിൽ ഫ്രീ ആക്കുന്നത് എന്ന് നമ്മൾ മുൻ വർഷങ്ങളിൽ ജസ്റ്റ് ടോപ്പിക്കുകളായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ.
അപ്പോൾ എങ്ങനെയാണ് ആസിഡുകൾ H+ അയോണുകൾ, അതായത് ഹൈഡ്രജൻ അയോണുകളെയാണ് റിലീസ് ചെയ്യുന്നത്. അതേപോലെ ബേസുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബേസുകൾ അല്ലെങ്കിൽ ആൽക്കലികൾ ഏതിനെയാണ് OH-, അതായത് ഹൈഡ്രോക്സൈഡ് അയോണുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്രീ ആക്കുന്നത്, സ്വതന്ത്രമാക്കുന്നത്. ഓക്കെ. അതേപോലെ മറ്റൊരു പോയിന്റ് നമ്മൾ പഠിച്ചതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവീരീകരണ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് ആസിഡുകളും ബേസുകളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് ആസിഡുകളും ബേസിലും തമ്മിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്, അതായത് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയും, അതായത് ആ പ്രവർത്തനത്തിന് ശേഷം ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ലവണം, സാൾട്ടും അതേപോലെ തന്നെ എന്താണ്, വാട്ടറുമാണ്. ഓക്കെ. അതായത് സാൾട്ട് ആൻഡ് വാട്ടറാണ് ആസിഡ്സും ബേസുകളും, അതായത് ആസിഡും ആൽക്കലികളും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഈ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവീരീകരണ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അത് നമ്മൾ മുന്നേ വർഷത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആസിഡുകളുടെ കെമിക്കൽ ഫോർമുല, ആസിഡുകളുടെ രാസസൂത്രം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. വിച്ച് ആർ ദ അയോൺസ് ഡിറൈവ്ഡ് ഫ്രം ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിന്ന് ലഭിക്കുന്ന അയോണുകൾ ഏതൊക്കെയാണ്? ഓക്കെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് കെമിക്കൽ ഫോർമുല അറിയാം ഓൾറെഡി, എന്താണ്, HCl ആണ് അല്ലേ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഏതൊക്കെ അയോണുകളാണുള്ളത്? H+ അയോൺ ഉണ്ട്, അതേപോലെ തന്നെ Cl- അയോണുകളുണ്ട്. ഓക്കെ. വൈ ഈസ് ഇറ്റ് എ മോണോബേസിക് ആസിഡ്. അപ്പോൾ ഈ ഒരു ആസിഡിനെ, ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഏകബേസിക ആസിഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിസിറ്റി, ആസിഡുകളുടെ ബേസികത എന്താണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മോണോബേസിക് എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ 1 മോളിക്യൂൾ ഓഫ് ആറ്റം. അതായത് ഒരു ആസിഡ് മോളിക്യൂൾ, ഒരു ആസിഡ് തന്മാത്ര അതിന് റിലീസ് ചെയ്യാൻ പറ്റുന്ന, അതായത് അതിന് സ്വതന്ത്രമാക്കാൻ പറ്റുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആസിഡിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ HClൻ്റെ കേസിൽ HClൻ്റെ അയോണുകൾ ഏതൊക്കെയാണ്? HCl ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ റിലീസ് ചെയ്യുന്ന അയോണുകൾ ഏതൊക്കെയാണ്? H+ഉം Cl-ഉം. എത്ര ഹൈഡ്രജൻ അയോണുകളാണ് റിലീസ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ഹൈഡ്രജൻ അയോൺ അല്ലേ. അപ്പോൾ ഒരു ഹൈഡ്രജൻ അയോണിനെ റിലീസ് ചെയ്യുന്ന ആസിഡുകളെ നമ്മൾ എന്താ പറയുക, മോണോബേസിക് ആസിഡ് അല്ലെങ്കിൽ ഏകബേസിക് ആസിഡ് എന്ന് പറയുന്നു. അതായത് ഒരു മോളിക്യൂൾ HClൽ, ഒരു തന്മാത്ര ഹൈഡ്രോക്ലോറിക് ആസിഡിൽ എത്ര ഹൈഡ്രജൻ അയോണുകളെ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഹൈഡ്രജൻ അയോണിനെ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മോണോബേസിക് ആസിഡാണ്, ഏകബേസിക് ആസിഡാണ്. ഓക്കെ. ഇനി നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസ് എടുത്ത് നോക്കാം. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല എന്താണ്? H2SO4 ആണ് അല്ലേ. H2SO4 ആണ്. അപ്പോൾ നമുക്ക് H2SO4നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ H2SO4ൻ്റെ റിയാക്ഷൻ്റെ ടൈമിൽ ഏതൊക്കെ അയോണുകളെ റിലീസ് ചെയ്യുന്നത്? H+ അയോണിനെ റിലീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ SO4 അയോണിനെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ H+ എന്ന് പറയുന്നത് ഇവിടെ എത്ര ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യാൻ പറ്റും? 2 ഹൈഡ്രജൻ അയോണുകളെ സൾഫ്യൂരിക് ആസിഡിന് റിലീസ് ചെയ്യാൻ പറ്റും. അതായത് സൾഫ്യൂരിക് ആസിഡിന് 2 ഹൈഡ്രജൻ അയോണുകളെ എന്ത് ചെയ്യാൻ പറ്റും? സ്വതന്ത്രമാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഡൈബേസിക് ആസിഡാണ്, ദ്വിബേസിക ആസിഡായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2SO4. അപ്പോൾ മോണോബേസിക് ആകുമ്പോൾ 1 ഹൈഡ്രജൻ, ഡൈബേസിക് ആയപ്പോൾ 2 ഹൈഡ്രജൻ. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ഫോർമുലയും ബേസിസിറ്റി, ബേസികതയും തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലേ. അതാണ് നമ്മൾക്ക് തൊട്ട് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. എന്താണ്? നെഗറ്റീവ് അയോൺസ്, ഒരു ആസിഡിലെ നെഗറ്റീവ് അയോൺസ് ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്, അതേപോലെ ബേസിസിറ്റി തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കെമിക്കൽ ഫോർമുല എഴുതുന്ന മെത്തേഡ്, അതായത് ഏകദേശം നമുക്ക് മനസ്സിലായി അല്ലേ, എന്താണ് ബേസിസിറ്റിയും അതേപോലെ തന്നെ നെഗറ്റീവ് അയോൺസും തമ്മിലുള്ള എണ്ണം തമ്മിലുള്ള റിലേഷൻ വെച്ച് നമുക്ക് എന്ത് എഴുതാം, കെമിക്കൽ ഫോർമുല എഴുതാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ Cl-ലെ പിന്നെ ബേസിസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസികത എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ എന്താണ് ആസിഡിൻ്റെ നെയിം എന്ന് പറയുന്നത്? ഒരു ഹൈഡ്രജൻ, ബേസിസിറ്റി 1 ആണ്. സോ ഹൈഡ്രജൻ്റെ നമ്പർ 1, HCl. അപ്പോൾ നമുക്കിനി സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസ് നോക്കാം. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് H+ അയോണും അതേപോലെ SO4 2- അയോണും ആണ്. ഓക്കെ. അപ്പോൾ
നമുക്കിവിടെ നെഗറ്റീവ് അയോൺ നോക്കിയാൽ അറിയാം SO4 എന്ന് പറയുന്ന അയോൺ, അത് SO4 എന്ന് പറയുന്ന അയോണിൻ്റെ ചാർജ് എത്രയാണ്? 2- ആണ്. അതായത് 2 ഇലക്ട്രോണുകളെയാണ് ഹൈഡ്രജൻ എന്ത് ചെയ്തിരിക്കുന്നത്? SO4 നൽകിയിരിക്കുന്നത്. ഒരു ഹൈഡ്രജന് ആകെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാനുള്ളൂ. അപ്പോൾ എത്ര ഹൈഡ്രജൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും? 2 ഹൈഡ്രജൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നിന്ന് ലഭിക്കുന്നത്, സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എത്ര ഹൈഡ്രജൻ അയോണുകളാണ്? 2 ഹൈഡ്രജൻ അയോണുകളാണ്. സോ ഇവിടെ ബേസിസിറ്റി അല്ലെങ്കിൽ ബേസികത എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 2 ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? H2SO4. അതായത് ഒരു SO4ന് എത്ര ഹൈഡ്രജൻ വേണം? 2 ഹൈഡ്രജൻ വേണം. സോ കെമിക്കൽ ഫോർമുലയെ, അതായത് ഒരു ആസിഡിൻ്റെ രാസസൂത്രത്തെ നമുക്ക് 2 ഘടകങ്ങൾ വെച്ചിട്ടാണ് എഴുതാൻ പറ്റുന്നത്. ഒന്ന് ആ ആസിഡിലെ നെഗറ്റീവ് അയോണിൻ്റെ ചാർജ്, അതേപോലെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആസിഡിൻ്റെ ബേസിസിറ്റി, അതായത് അതിനകത്ത് നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ആസിഡിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന, അതായത് സ്വതന്ത്രമാക്കാൻ പറ്റുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം. ഈ 2 കണ്ടീഷൻസ് വെച്ച് നമുക്ക് എന്ത് എഴുതാം? ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് നെഗറ്റീവ് അയോണുകളും ബേസിസിറ്റിയും ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കെമിക്കൽ ഫോർമുല എഴുതി നോക്കാം. ഒന്നാമത്തേത് ക്ലോറിൻ Cl- ആണ് തന്നിട്ടുള്ളത്. ബേസിസിറ്റി 1 ആണ്. അതായത് എത്ര ഹൈഡ്രജനാണ് ഉണ്ടാവുക? ഒരു ഹൈഡ്രജൻ അയോണാണ് ഉണ്ടാവുക. സോ ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? HCl ആണ്. രണ്ടാമത്തേത് SO4 2- ആണ്. ഇവിടെ ബേസിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. സോ എന്താണ്? H2SO4. ദെൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് PO4 3- ആണ്. ബേസിസിറ്റി 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? H3PO4 എന്ന് എഴുതാം. നെക്സ്റ്റ് NO3- ആണ്. ബേസിസിറ്റി 1 ആണ്. സോ HNO3. ദെൻ CO3 2- ആണ്. ബേസിസിറ്റി 2 ആണ്. അപ്പോൾ നമുക്ക് കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? H2CO3. ദെൻ ലാസ്റ്റ് വൺ SO3 2-. SO3 2- ഇവിടെ ബേസിസിറ്റി 2 ആണ്. സോ എത്രയാണ്? കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത്? H2SO3 എന്ന് എഴുതാം. അപ്പോൾ ആസിഡുകളുടെ കെമിക്കൽ ഫോർമുല എഴുതുന്ന മെത്തേഡ് സിമ്പിളാണ്. ബേസിസിറ്റി അതേപോലെ തന്നെ അതിൽ നെഗറ്റീവ് അയോണും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്കിനി ആൽക്കലികളുടെ കെമിക്കൽ ഫോർമുലകൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണണം. ആൽക്കലീസ് ആർ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കലികൾ എന്ന് പറയുന്നത്. അപ്പോൾ ദ നമ്പർ ഓഫ് OH- അയോൺസ് പ്രസൻറ്റ് ഇൻ ആൽക്കലീസ് വിൽ ബി ഈക്വൽ ടു ദ ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആൽക്കലിയിലെ OH- അയോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിനകത്തുള്ള, അതായത് ആ ആൽക്കലിക്കകത്തുള്ള പോസിറ്റീവ് അയോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കണ്ടീഷനാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എത്ര പോസിറ്റീവ് അയോണുകളാണുള്ളത്? ഒരു സോഡിയം അയോണാണ് ഉള്ളത്. ഓക്കെ. അതായത് Na+. നെക്സ്റ്റ് ഹൗ മെനി OH- അയോൺസ്? അപ്പോൾ എത്ര OH- അയോൺസ് ഉണ്ടാവും? എത്രയാണോ പോസിറ്റീവ് അയോണുകളുള്ളത് അത്രയും OH- അയോണുകൾ ഉണ്ടാവും. അതായത് ഒരു Na+ ആണ് ഇവിടെ ഉള്ളത്, Na+ സോഡിയം. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര OH- ഉണ്ടാവുക? ഒറ്റ OH- ഉള്ളൂ. ഓക്കെ. ദെൻ ഇഫ് സോ വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്? അങ്ങനെയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും? Na+ പ്ലസ് OH-. അതായത് സോഡിയം Na+ൻ്റെ കൂടെ എന്താണ്? OH- അയോൺ കമ്പൈൻ ചെയ്തു. എന്നിട്ട് എന്തുണ്ടാവുന്നു? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ആൽക്കലിയുടെ കെമിക്കൽ ഫോർമുല എഴുതാൻ, അതായത് ഒരു ആൽക്കലിയുടെ രാസസൂത്രം എഴുതാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി? ആ ആൽക്കലിയിലുള്ള പോസിറ്റീവ് അയോണിൻ്റെ എണ്ണം അറിഞ്ഞാൽ മതി അല്ലേ? പോസിറ്റീവ് അയോണിൻ്റെ എണ്ണം എത്രയാണോ അത്രയും തന്നെ നെഗറ്റീവ് അയോണായ OH ഉണ്ടാവും അതിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കേസിൽ എത്ര പോസിറ്റീവ് അയോണാണുള്ളത്? ഒരു പോസിറ്റീവ് അയോണാണുള്ളത്, അതായത് Na+ അല്ലേ? അപ്പോൾ എത്ര OH- അയോണുകളാണ് ഉണ്ടായത്? ഒരു OH- അയോൺ. Na+ഉം OH- കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തായി? NaOH ആയി. ഇനി അവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ പ്രകാരം നമുക്ക്
കെമിക്കൽ ഫോർമുലാസ് ഒന്ന് എഴുതി നോക്കാം, രാസസൂത്രങ്ങളൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ Na+ തന്നിട്ടുണ്ട്, അവിടെ പോസിറ്റീവ് അയണുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് OH- എത്രയായിരിക്കും? അപ്പോൾ എത്ര പോസിറ്റീവ് അയണാണുള്ളത്? ഒരു പോസിറ്റീവ് അയൺ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് OH- അയോൺസ് എത്രയാണുള്ളത്? 1 ഉണ്ടാവുള്ളൂ അല്ലേ? ഇവിടെ ഒരു പോസിറ്റീവ് അയണല്ലേ ഉള്ളൂ. ഇനി കമ്പൈൻ ചെയ്യുമ്പോൾ NaOH. അടുത്തത് തന്നിട്ടുള്ളത് K+ ആണ്. ഇവിടെ എത്ര പോസിറ്റീവ് അയണേ ഉള്ളൂ? ഒരു പോസിറ്റീവ് അയണേ ഉള്ളൂ. അപ്പോൾ എത്ര OH- അയോണുകൾ ഉണ്ടാവും? ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. സോ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? KOH. ദെൻ Ca2+ തന്നിട്ടുണ്ട്. Ca2+ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പോസിറ്റീവ് അയോണുകളുണ്ട്? 2 പോസിറ്റീവ് അയോണുകളുണ്ട്. എത്ര OH- അയോണുകൾ വേണം ഇവിടെ? 2 OH- അയോണുകൾ വേണം അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? CaOH ട്വൈസ് അല്ലേ? ബ്രാക്കറ്റിലിട്ടിട്ടാണ്, ബ്രാക്കറ്റിന് പുറത്താണ് 2 ഇട്ടിട്ടുള്ളത്. അപ്പോൾ CaOH ട്വൈസ്. ഇനി Al3+. അപ്പോൾ ഇവിടെ എത്ര പോസിറ്റീവ് അയോൺസ് ഉണ്ട്? 3 പോസിറ്റീവ് അയോൺസ് ഉണ്ട്. അപ്പോൾ എത്ര OH- വേണം? 3 എണ്ണം വേണം. അപ്പോൾ ഇവിടെ എന്താണ് കെമിക്കൽ ഫോർമുല? AlOH ത്രൈസ്. അപ്പോൾ 3 OH വേണം. ഓക്കെ. ദെൻ Fe3+. Fe3+ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് OH- വേണ്ടത്? 3 OH- വേണം അല്ലേ? സോ FeOH ത്രൈസ്. ഓക്കെ. ദെൻ Cu2+ തന്നിട്ടുണ്ട്. 2 ആണ് നെഗറ്റീവ് അയോൺസിൻ്റെ എണ്ണം. അതേപോലെ CuOH ട്വൈസ്. അപ്പോൾ എല്ലാത്തിൻ്റെ പേരും തന്നിട്ടുണ്ട്. NaOH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, KOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, CaOH ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ദെൻ AlOH ത്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ദെൻ FeOH ത്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറിക് ഹൈഡ്രോക്സൈഡ്, ദെൻ CuOH ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്രിക് ഹൈഡ്രോക്സൈഡ്. ഓക്കെ. ഇനി സാൾട്ടുകളുടെ കെമിക്കൽ ഫോർമുല ഓഫ് സാൾട്ട്സ്, ലവണങ്ങളുടെ രാസസൂത്രം. അതായത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിർവീരീകരണ രാസപ്രവർത്തനം. എന്താണ് നിർവീരീകരണ രാസപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആസിഡും ബേസും പ്രവർത്തിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സോൾട്ട് ആൻഡ് വാട്ടർ, ഒരു ലവണവും അതേപോലെ അവിടെ ജലവുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷന് ശേഷം ഉണ്ടാവുന്ന സാൾട്ടിൻ്റെ ലവണത്തിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ സാൾട്ട് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് നെഗറ്റീവ് അയോൺസ് ഓഫ് ആസിഡ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ഓഫ് ബേസ്. അതായത് ലവണം നിർമ്മിക്കപ്പെടുന്നത് നെഗറ്റീവ് അയോൺസ് ഫ്രം ആസിഡ്, ആസിഡിലെ നെഗറ്റീവ് അയോണും അതേപോലെ ബേസിലെ പോസിറ്റീവ് അയോണും ചേർന്നാണ്. ഓക്കെ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല NaOH ആണ്. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കേസിൽ HCl ആണ്. ഓക്കെ. ഇനി ഇതിലെ അയോണുകളൊന്ന് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പം Na+OH- ആണ്. അതേപോലെ HCl എന്ന് പറയുമ്പോൾ H+ഉം Cl-ഉം. ഇനി സാൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞത്? ബേസിലെ പോസിറ്റീവ് അയോണും അതേപോലെ ആസിഡിലെ നെഗറ്റീവ് അയോണും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എഴുതി നോക്കാം. ബേസിലെ പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് Na+ അല്ലേ? Na ആണ്. അതേപോലെ ആസിഡിലെ നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് ക്ലോറിൻ Cl ആണ്. അപ്പോൾ NaCl, സോഡിയം ക്ലോറൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്ന സാൾട്ട്. ദെൻ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ബേസിൽ OH- ബാക്കിയുണ്ട്, ആസിഡിൽ H+ ബാക്കിയുണ്ട്. H+ഉം OH- കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? H2O, വാട്ടർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ സോൾട്ട്സ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ, അതായത് ലവണങ്ങൾ വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. ഓക്കെ. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സോൾട്ട്സ് കോൺസ്റ്റിറ്റ്യൂന്റ് അയോൺസ് കമ്പൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ സം ഓഫ് ദി ചാർജസ് ഓഫ് പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഈസ് 0. അതായത് ഒരു ലവണത്തിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ ആകെ തുക 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം റിയാക്ഷനുകളെ നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവീരീകരണ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് ഈ ഫോർമേഷന് ശേഷം ഇവിടെ ചാർജുകളൊന്നും ഉണ്ടാവുന്നില്ല, നിലനിൽക്കുന്നില്ല, എല്ലാം 0 ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് കെമിക്കൽ ഫോർമുല ഓഫ് സാൾട്ട്സ്, അതായത് എങ്ങനെയാണ് എഴുതുന്നത്, ലവണങ്ങളുടെ രാസസൂത്രം എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ. വൈൽ റൈറ്റിംഗ് ദി കെമിക്കൽ ഫോർമുല ഓഫ് സാൾട്ട്സ്
ഫസ്റ്റ് റൈറ്റ് ദ സിമ്പിൾ ഓഫ് പോസിറ്റീവ് അയോൺ. അതായത് ആദ്യം നമ്മൾ ഏതിൻ്റെ സിമ്പിളാണ് ഇടേണ്ടത്, ഏതിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത്, ഏതിൻ്റെ പ്രതീകമാണ് ഇടേണ്ടത്, പോസിറ്റീവ് അയോണിൻ്റെ, അതായത് അതിനകത്തുള്ള പോസിറ്റീവ് അയോണിൻ്റെ സിമ്പിൾ ആദ്യം എഴുതുക. ദെൻ ദ സിമ്പിൾ ഓഫ് നെഗറ്റീവ് അയോൺ. അതിനുശേഷം നമ്മൾ നെഗറ്റീവ് അയോണിൻ്റെ, അതായത് അതിൽ ഏതാണോ നെഗറ്റീവ് അയോൺ ഉള്ളത് അതിൻ്റെ സിമ്പിൾ ഇടുക, അതിൻ്റെ പ്രതീകം ഇടുക. ഓക്കെ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ദ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ദ ചാർജ് ഓഫ് ഈച്ച് അയോൺ റാഡിക്കൽ ആൻഡ് റൈറ്റ് ദം ആസ് ബേസ് ഇൻഡൈസസ്. അതായത് ഓരോ അയോണിൻ്റെയും ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യകൾ. അപ്പോൾ ചിലതിന് 1 ആയിരിക്കാം, അതായത് ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കാം, ചിലതിന് 2 ആയിരിക്കാം, അതായത് അയോണുകളുടെ എണ്ണം. ഓക്കെ. അയോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ആ സംഖ്യകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ദെൻ എവിടെയാണ് എഴുതേണ്ടത്, പാദാംഗമായിട്ട്, അതായത് ബേസിലാണ്, ബേസ് ഇൻഡീസസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ. ദെൻ സിംപ്ലിഫൈ ദ ബേസ് ഇൻഡീസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്മോളസ്റ്റ് പോസിബിൾ ഹോൾ നമ്പർ റേഷ്യോ. അതായത് അതിന് പറ്റുമെങ്കിൽ, അതായത് പൂർണ്ണസംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ഫാക്ടർ ഏതെങ്കിലും പൊതുഘടകമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് ഹരിച്ച് സിംപ്ലിഫൈ ചെയ്ത് റേഷ്യോയിൽ അംശബന്ധത്തിലാക്കിയിട്ട് സിമ്പിൾ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അതേപോലെ ഫോസ്ഫോറിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന സാൾട്ടിൻ്റെ, ഉണ്ടാകുന്ന ലവണത്തിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ. അപ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്, MgOH2 ആണ്. ഓക്കെ. അതേപോലെ ഫോസ്ഫോറിക് ആസിഡിൻ്റെത് H3PO4 ആണ്. ഓക്കെ. ഇനി നമ്മൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൽ ഏതാണ് പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത്, Mg2+ ആണ്. ഓക്കെ. ഇനി ഫോസ്ഫോറിക് ആസിഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, PO4 3- ആണ് നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ, ബേസിലെ പോസിറ്റീവ് അയോണും അതേപോലെ എന്താണ് ആസിഡിലെ നെഗറ്റീവ് അയോണും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, സാൾട്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ Mg2+ PO4 3- കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, മഗ്നീഷ്യം ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ മഗ്നീഷ്യം ഫോസ്ഫേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, Mg2+ PO4 3- ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, രണ്ടിൻ്റെയും അയോണുകളുടെ എണ്ണം, അതായത് ചാർജ്ഡ് അയോണുകളുടെ എണ്ണം, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക അല്ലേ. Mg2+ൻ്റെ 2+ PO4ൻ്റെ ബേസിൽ എഴുതുക, അതേപോലെ PO4ൻ്റെ 3- Mgൻ്റെ ബേസിൽ എഴുതുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല വരിക, Mg3PO4 അല്ലേ. മഗ്നീഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല, അല്ലെങ്കിൽ മഗ്നീഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സാൾട്ടിൻ്റെ, ലവണത്തിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്ന് പറയുന്നത് എന്താണ്, Mg3PO4 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു സാൾട്ട് ഫോർമേഷൻ, ഒരു ലവണത്തിൻ്റെ നിർമ്മാണം കൂടി നോക്കാം. കാൽസ്യം ഹൈഡ്രോക്സൈഡും അതേപോലെ സൾഫ്യൂരിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്തിട്ട്. ഓക്കെ. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaOH2 ആണ്. അതിൽ പോസിറ്റീവ് അയോൺ ഏതാണ്, Ca2+. ഇനി സൾഫ്യൂരിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ H2SO4 ആണ്. അതിനകത്തുള്ള നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് SO4 2-. ഇനി കെമിക്കൽ ഫോർമുല എഴുതണം. ആദ്യം പോസിറ്റീവ് അയോണായ CO2+ എഴുതി, രണ്ടാമത് SO4 2- എഴുതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ, രണ്ടിൻ്റെയും അയോണുകളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം അല്ലേ. Ca2SO4 എന്ന് എഴുതി. ഇനി ഇതിൽ രണ്ടിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ 2 ഉണ്ട് അല്ലേ. സോ കോമൺ ഫാക്ടർ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല വരിക, CaSO4 എന്ന് വരും, അതായത് കാൽസ്യം സൾഫേറ്റ് എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവും നെഗറ്റീവും അയോണുകൾ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന സാൾട്ടുകളുടെ കെമിക്കൽ ഫോർമുല, രാസസൂത്രവും അതുപോലെ തന്നെ അതിൻ്റെ രാസനാമവും നെയിമും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പാഠം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെറ്റസ് SS നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഞങ്ങൾക്ക് അറിയിക്കുക. ഓക്കെ. താങ്ക് യു.